ഹലോ, ബ്രെഡ് ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണല്ലോ. നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹരിയാലി ബ്രെഡ് ഓംലെറ്റിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളകും 2 കറിവേപ്പിലയും മിക്സി ജാറിലിട്ട് ഒന്നടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ. ഒരു 3 മുട്ട ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാരെല്ലാവരും ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും ഒരുപാട് കുക്കിംഗ് വീഡിയോസും സ്നാക്സ് റെസിപ്പീസും ഒരുപാട് ഐറ്റംസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാര്യം ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ നന്നായിട്ട് ഉടച്ചുടച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ടച്ച് കളറാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ സിമ്പിളാണ് പരിപാടി. നമ്മുടെ ബ്രെഡ് നമ്മളെടുത്തിട്ട് ഈ ഒരു കൂട്ടിലൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് ആ കല്ലിലോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ, അതിന് ഏതാണ്ട് സെയിം ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതിലുള്ള ഫസ്റ്റ് പരീക്ഷണമാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു പോർഷനിൽ തന്നെ ഒരു 4 എണ്ണം ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു സൈഡ് കുക്കായി എന്ന് കാണുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടെ മറിച്ചിട്ടിട്ട് സെറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എങ്കിൽ ടേസ്റ്റ് നിങ്ങൾ നോർമലി കഴിക്കുന്നതല്ലേ കഴിച്ചിട്ടുള്ളത്, ഈ ഒരു ടൈപ്പ് നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ടും ഒരു തവണ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം കുറച്ചൊരു മുന്നിട്ട് നിൽക്കുന്ന ടേസ്റ്റ് എരിവും ഒരു മുട്ടയുടെ ആ ഒരു ടെക്സ്ചറും കൂടെ മിക്സായി വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇവിടെ നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ഏതാണ്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. നെയ്യ് തടവിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ളൊരു ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ. നല്ല ക്രഞ്ചി ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഫസ്റ്റ് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. താങ്ക്